C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശ്രീലക്ഷ്മിയുടെ അമ്മ അവള് മുകളിലുണ്ട്. രാജ, എന്തായി രാഗസുധയുടെ കാര്യം? അവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല ഇതുവരെ. അമ്മേ, ഇന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്ക് അവൾ രക്ഷപ്പെട്ടു പോയി. ഓ, അപ്പൊ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലേ? അതെ അമ്മേ. ഇനി എവിടെ ചെന്ന് അന്വേഷിക്കണം? ആരോട് ചോദിക്കണം? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. ഹലോ, ഇതെന്താ പതിവില്ലാതെ രാത്രി സിറ്റോട്ടിൽ ഇറങ്ങി നിൽക്കുന്നത്? ഉറങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ലേ മാഡത്തിന്? ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച്. അതിന് പിന്നെ ഒരു കുറവുമില്ലല്ലോ ആലോചനയ്ക്ക്. താനിപ്പോ ആലോചിച്ചത് നേരത്തെ എന്നോട് ചോദിച്ച കാര്യങ്ങളല്ലേ? എന്നിട്ട് എന്നോട് പോലും പറയാതെ ഓഫീസിൽ നേരത്തെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അങ്ങനെയൊന്നുമല്ല സർ. സാറും രാജാറാം സാറും കൂടി എവിടെയോ പോകുന്നെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ നേരത്തെ ഇങ്ങി വന്നത്. സർ, ഞാൻ നേരത്തെ രാജാറാം സാറിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചോദിച്ചത് സാറിന് വിഷമായോ? എന്തിന്? തന്റെ മനസ്സിൽ എന്ത് സംശയം തോന്നിയാലും അപ്പൊ തന്നെ താൻ ചോദിക്കണമെന്നേ ഞാൻ പറയൂ. അതാലോചിച്ചിട്ടാണെങ്കിൽ എന്റെ ഭാര്യന് മഞ്ഞുകളുടെ കാര്യമില്ല. വാ, അകത്തേക്ക് പോ. ഞാൻ ഇപ്പൊ ആലോചിച്ചത് എന്താന്ന് പറയട്ടെ? ആലോചനയും പറച്ചിലും ഒക്കെ ഇവിടെ വെച്ച് തന്നെ വേണോ? നേരം പാതിരയാവുന്നു. വാ, കമ. നിന്റെ പേരെന്ന്? രാഗസുധ. സ്വന്തം പേര് പറയാൻ കുട്ടി എന്തിനാ പേടിക്കുന്നേ? ഇയാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല സർ. ഈ പരിസരത്ത് ഇവനെ കണ്ടവരുണ്ടെന്നാ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ. ഇല്ല സർ, ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. എനിക്കിവിടെ പരിചയക്കാരൊന്നും ഇല്ല സർ. ആരാ? ഹലോ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? രവിചന്ദ്രവർമ്മൻ ഉണ്ടോ അകത്ത്? രവിചന്ദ്രവർമ്മനെന്നോ? സാറിന് പേര് വിളിക്കാൻ മാത്രം ആരാ നിങ്ങള്? അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞോളാം. അങ്ങനെ അകത്തേക്ക് കയറ്റി വിടാനൊന്നും പറ്റില്ല. പോകാൻ നോക്ക്. ഇല്ല, ഞാൻ അയാളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ചുമ്മാ മെനക്കെടുത്താ പോകച്ചേ. താൻ ആദ്യം പോയി പറയടോ രാഗസുധ കാണാൻ വന്നിട്ടുണ്ടെന്ന്. പേര് പറഞ്ഞ അകത്ത് അറിയും. ശരി, ഇവിടെ നിൽക്ക്. എന്താ സാറേ, ഒരു പെൺകുട്ടി കാണാൻ വന്നിരിക്കുന്നു. പെൺകുട്ടിയോ? ആര്? രാഗസുധ എന്നാ പേര് പറഞ്ഞത്. മോളെ,
നീ എന്താ പകൽ സ്വപ്നം കാണുവാണോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറെ നേരം നിന്നോട് സംസാരിക്കുന്നു. ഞങ്ങള് കരുതി ഞങ്ങള് സംസാരിക്കുന്ന മുഴുവൻ മോള് കേൾക്കുകയായിരുന്നു. പിന്നെയാ ആളിവിടെയൊന്നുമില്ല, വേറെ ലോകത്താണെന്ന്. ആ പ്രായം അതല്ലേ, സ്വപ്നം കാണാനും അതിനൊത്ത് ജീവിക്കാനും ആഗ്രഹമുള്ള പ്രായം. ഈ പ്രായത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെയാ. അങ്ങനെ ഈ പ്രായത്തിൽ ഒരു സാധാരണ പെൺകുട്ടി കാണുന്ന സ്വപ്നങ്ങളൊന്നും അല്ല ആന്റി എനിക്കുള്ളത്. അങ്ങനെ മധുര സ്വപ്നങ്ങൾ കാണാവുന്ന മാനസികാവസ്ഥയിലും അല്ല. മൈലാഞ്ചി ഇടേണ്ട കൈകളിൽ ആയുധവും, കൺമഷിയിടേണ്ട കണ്ണുകളിൽ പകയും, മനസ്സിൽ നിറയെ വൈരാഗ്യവും മാത്രമാണുള്ളത്. എല്ലാം ഉള്ളിടത്ത് നിന്ന് ഒന്നുമില്ലാതെ എന്നെ ഇവിടെ വരെ എത്തിച്ചവരോടുള്ള പകയും വൈരാഗ്യവും. ചിലപ്പോ എന്റെ ലക്ഷ്യത്തിലെത്താതെ തന്നെ ഞാൻ മരിച്ചു പോയെന്നിരിക്കും. എന്നിരുന്നാലും മരിക്കുന്നതിന് ഒരു നിമിഷം മുന്നെയെങ്കിലും ഞാൻ അവനെ വക വരുത്തിയിരിക്കും. അതാ എന്റെ സ്വപ്നവും ജീവിത ലക്ഷ്യവും. മോളുടെ സംസാരത്തിൽ നിന്ന് മോളോട് ആരൊക്കെയോ വലിയ ചതികൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതൊന്നും നീ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അറിയാം. അതുകൊണ്ട് കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് ഇതുപോലൊരു മോളുള്ളതുകൊണ്ട് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാനൊരു കാര്യം പറയാം. മോൾക്കത് ഉൾക്കൊള്ളാതിരിക്കാം. നമ്മളോട് ആരെങ്കിലും, അത് വീട്ടുകാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ശത്രുക്കളായിക്കോട്ടെ, ആരായാലും ശരി, അവർ നമ്മളോട് എന്ത് ചതി ചെയ്തു എന്ന് പറഞ്ഞാലും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് മോൾക്കറിയാമോ? ക്ഷമ. തിരക്കിനിടയിൽ താൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അത് ഓർമ്മിക്കാനും ആ ഓർമ്മകളെ തിരികെ കൊണ്ടുവരാനുമുള്ള സമയമായി എന്ന് മാത്രം താനിപ്പോ മനസ്സിലാക്കിയാൽ മതി. സമയമുണ്ട്, തനിക്ക് ആലോചിക്കും. വാലന്റൈൻസ് ഡേ ഈ മാസത്തേക്ക് മാറ്റിയോ? അല്ല ബ്രദറൻലോ, ഈ റൊമാൻസിന്റെ ഒക്കെ പ്രായം കഴിഞ്ഞു പോയില്ലേ ബ്രദറൻലോയ്ക്ക്? ഇപ്പോഴും ഇങ്ങനെ പൈങ്കിളി ഡയലോഗൊക്കെ പറയുന്നതേ ഭയങ്കര ബോറാണ് കേട്ടോ. ആർക്കാണ് രേഖ പ്രായത്? തന്നെക്കാളും യങ്ങാണ് എന്റെ ചേട്ടായി. വെരി എനർജറ്റിക് ആൻഡ് ഹാൻഡ്സം. രവിചന്ദ്രവർമ്മൻ എവിടെ നിൽക്കുന്നു? ഓഫീസിലെ റൂമറുകളും മറ്റും കണ്ടുപിടിച്ച് നടക്കുന്ന താൻ എവിടെ നിൽക്കുന്നു? രഘു, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലാത്ത കാര്യങ്ങളോ? ഉള്ള കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. രഘു, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ വഴക്കൂടുന്ന? രണ്ടാളോടും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അനിയത്തിക്കുട്ടി ഒരു തമാശ പറഞ്ഞല്ലേ. നല്ല തമാശകളെ തിരിച്ച് തമാശകൾ കൊണ്ട് തന്നെ നേരിടാൻ പഠിക്കണം. അല്ലാതെ ഇങ്ങനെ വഴക്കിടുകയല്ല വേണ്ടത്. ഓക്കെ. കഴിക്കേ കഴിക്കേ കഴിക്കോ. ഇന്നും എപ്പോഴും സാറിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന മാത്രം മതി. എനിക്കിതിനൊക്കെ യോഗ്യത ഉണ്ടോന്ന് പോലും ഞാൻ ഇപ്പോഴും സംശയിക്കുന്നു. യോഗ്യതയല്ല ശ്രീലക്ഷ്മി, ഞാൻ തനിക്ക് തന്നിരിക്കുന്നത് അവകാശമാണ്.
എന്നെ സ്നേഹിക്കാനും നിയന്ത്രിക്കാനുള്ള അവകാശം. തന്നെ പിരിഞ്ഞ് ഒരു ജീവിതവും ലോകവും എനിക്കുണ്ടാവില്ല. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പ്രണയിക്കുന്ന രണ്ടുപേർ. ആ പിന്നെ എങ്ങനെയുണ്ട് ഈ എളിയ കലാകാരന്റെ സർപ്രൈസ്? ചെറിയ സർപ്രൈസോ? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സർപ്രൈസ് ആയത്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസങ്ങളിൽ ഒരു ദിവസത്തിന്റെ തുടക്കം. അതാണ് ഇന്നെനിക്ക്. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. വാ, നമുക്ക് ഈ ഗസ്റ്റ് ഹൗസ് മുഴുവൻ നടന്നു കാണാം. കമാ. ഞാൻ അകലം തോറും സാറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് എന്നെ പലപ്പോഴും മനസ്സിലാക്കി തരുന്നുണ്ട്. സാറിന്റെ സന്തോഷം ഞാനായിട്ട് കളയുന്നത് ശരിയല്ല. രാഗസുധയെ വേഗം കണ്ടുപിടിച്ച് സത്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കി സാറിന്റെ ശ്രീലക്ഷ്മിയായി ജീവിക്കണമെന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. സമയം കുറവാണെങ്കിലും സാറിനോടൊപ്പം ഇവിടെയുള്ള കുറച്ചു ദിവസങ്ങൾ ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാ. അത് നഷ്ടപ്പെടുത്തിയ അതൊരു തീരെ നഷ്ടമായി മാറും എനിക്ക്. ഇനി കുറച്ചു ദിവസം സാറിൻ്റെത് മാത്രമായി എനിക്ക് ജീവിക്കണം. രവി സാറിന്റെ മാത്രം ശ്രീലക്ഷ്മി. രാഗസുധേ, എന്താ രാഗസുധേ, എന്നെ നീ ഒരിക്കലും ഇവിടെ ഇപ്പൊ നീ പ്രതീക്ഷിച്ചില്ലല്ലേ? പ്രതികാരം ചെയ്യാമെന്ന് നിന്റെ മുഖത്ത് ഇപ്പൊ നിഴലിക്കുന്നത് പകയല്ല, ഭയമാണ്. നീ ഈ വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞപ്പോഴേ ഞാൻ അറിഞ്ഞു. രവിയെ കൊല്ലാൻ തക്കം പാർത്ത് നടക്കുന്ന നീ ഏത് നിമിഷവും ഇവിടെ എത്തുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഗായത്രി അമ്മ ക്ഷേത്രത്തിലേക്ക് പോയതും രഘു സാറും രേഖ മേഡവും ഷോപ്പിങ്ങിന് പോയതും സെർവൻസിനെയും സെക്യൂരിറ്റീസിനെയും എല്ലാം ഞാൻ ഇവിടുന്ന് മാറ്റിയതും. ഈ പറഞ്ഞവരാരെ എനിക്ക് ആവശ്യമില്ല രാജാറാം. അതെനിക്കറിയാം. എന്തായാലും നീ അന്വേഷിച്ചു വന്നയാൾ ഇവിടെ ഇല്ല. രവിചന്ദ്രവർമ്മന്റെ സെക്യൂരിറ്റി ഓഫീസർ രാജാറാം അവരെയെല്ലാം സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ഒരേ ഒരു മുഖം മാത്രമേ വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുള്ളൂ. ആ ആഗ്രഹം നല്ല കാരമുള്ളിന് കോറിയിട്ടിട്ടുണ്ട്. ദാ ഇവിടെ നേരിൽ കാണുന്ന നിമിഷം അമാന്തമില്ലാതെ അവന്റെ തല അരിഞ്ഞിടും ഞാൻ. അതിനാ നീ ഉൾപ്പെടെ ഇത്രയും സന്നാഹമുള്ള അവന്റെ തന്നെ പാളയത്തിലേക്ക് ഈ രാഗസുധ വന്നത്. ആ ഒരു തീരുമാനത്തിൽ നിനക്ക് തെറ്റുപറ്റിപ്പോയി രാഗസുധ. പ്രണയവർഷ ദിനത്തിൽ സാറിന്റെ സ്വന്തം ശ്രീലക്ഷ്മി തരുന്ന സമ്മാനം. എന്നാ പിന്നെ കേക്ക് മുറിച്ചാലോ? വാ.
രാഗസുതയ്ക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ. സാധിച്ചു തരാനൊന്നും പറ്റില്ല, എങ്കിലും കേൾക്കാം. കാരണം ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ നീ ഈ ഭൂമിയിൽ. ഓ അങ്ങനെയാണോ? നിന്റെ ബോസ് പറഞ്ഞത് എന്നെ കൊല്ലരുതെന്നല്ലേ? രവിയ, നിന്റെ കാര്യം അറിയാൻ വിളിച്ചതാ. ഇനി ഞാൻ ഈ കോൾ എടുക്കുന്നത് നീ മരിച്ചതിന് ശേഷമായിരിക്കും. കൊല്ലരുതെന്ന് രവി പറഞ്ഞെങ്കിലും നീ ജീവനോട് ഇരുന്ന ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും അത് രവിക്ക് ആപത്തായി മാറും. ഉറപ്പാണ്. കൊന്നാലല്ലാതെ എന്റെ മനസ്സിലുള്ള പക അടങ്ങില്ല രാജാറാം. എന്തൊക്കെയായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സർവവും അടക്കി ഭരിക്കുന്ന രവിവർമ്മന് എന്റെയും രാഗസുധയുടെയും മറുപടി നിന്റെ ജീവനറ്റ ശരീരം. വേണ്ട ബാലമ്മ, എന്റെ യുദ്ധവും പോരാട്ടവും ഇവനോടല്ല. ഇവൻ ജീവിച്ചിരിക്കണം. രവിവർമ്മൻ എനിക്ക് ഭിക്ഷയെ തരാന്ന് പറഞ്ഞ എന്റെ ജീവൻ അവന്റെ വിശ്വസ്തനായ കൂട്ടുകാരന് ഞാൻ ദാനമായിട്ട് കൊടുക്കുന്നു. ദേ, ഇനി മേലിൽ എന്റെയും അവന്റെ ഇടയിൽ നീ കേറി വന്നാൽ ഈ സൗജന്യം ഇനി കിട്ടിയെന്ന് വരില്ല. നീ നല്ലൊരു വേട്ടപ്പട്ടിയ. യജമാനന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ശത്രുക്കളെ കടിച്ചു കീറാൻ മടിയില്ലാത്ത വേട്ടപ്പട്ടി. നിന്റെ വീറും വാശിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമല്ല നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിൽക്കുമ്പോഴും നീ ഒട്ടും പതറിയിട്ടില്ല, ഒന്ന് ചലിച്ചിട്ടില്ല. നീ അവനെ അറിയിക്കണം, കൊടുങ്കാറ്റിന് സമമായി രാഗസുധ ഈ വീട്ടിലേക്ക് കയറി വന്ന കാര്യം, നിന്റെ ജീവൻ ഭിക്ഷയായിട്ട് തന്ന കാര്യവും. ഇനി നീ എനിക്ക് നേരെ കളിക്കാൻ വരുന്നത് നീ നിന്റെ തന്നെ സഞ്ജയനെ കാർഡ് അടിക്കാൻ കൊടുത്തതിന് ശേഷമായിരിക്കണം. നീ കേൾക്കാൻ ഒന്നുകൂടി പറയാം. രവിചന്ദ്രവർമ്മനെ ഞാൻ കൊല്ലും. ബാലമ്മ, ഇത്രയും വർഷം കാത്തിരുന്നിട്ട് ഇപ്പൊ കാണിച്ചത് എടുത്തിയാട്ടമായിപ്പോയി. ഞാൻ വരാൻ അല്പം വൈകിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? അറിയാമായിരുന്നു, ഒന്നും സംഭവിക്കില്ല എന്നറിയാമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് രാഗസുധയുടെ ജീവൻ എടുക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. ആ രവിവർമ്മനെ കൊന്ന് എന്റെ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നത് വരെ ഈ രാഗസുധയ്ക്ക് ഒരു പോറല് പോലും ഏൽക്കില്ല. ഏൽപ്പിക്കില്ല എന്റെ മുത്തുമാരി അമ്മൻ. എന്റെ ചേച്ചിയെ പോലെ വേറൊരാളുടെ കൈകൊണ്ട് മരണപ്പെടേണ്ടവളല്ല ഞാൻ. എന്റെ ചേച്ചിക്ക് പറ്റിയ അബദ്ധം അനിയത്തിക്ക് ഒരിക്കലും പറ്റാൻ പോകുന്നില്ല. എന്നാലും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല.
കാരണം ബാലമ്മയുടെ യഥാർത്ഥ മുഖം അവര് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അവര് വെറുതെ ഇരിക്കില്ല. ഏത് വിധേനയും അവര് നമ്മളെ തേടി കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിനു മുമ്പ് ആ രവിവർമ്മനെ പറഞ്ഞയക്കണം എനിക്ക്. പക്ഷെ എങ്ങനെ? രാഗസുത കരുതും പോലെ അത്ര നിസ്സാരമല്ലത്. ഇത്രയും സെക്യൂരിറ്റീസിനെയും ഭേദിച്ച് രവിയുടെ ദേഹത്തൊന്ന് സ്പർശിക്കാൻ പോലും പറ്റുക എന്നുള്ളത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ആ വീട്ടിലുള്ളപ്പോ എല്ലാ വിവരങ്ങളും അപ്പപ്പോ അറിയിച്ചാണ് നമ്മൾ ഇത്രയും കളികൾ കളിച്ചത്. ഇപ്പോ ഇത്രയും നാളും ഞാൻ അവരുടെ മനസ്സിൽ പടുത്തുയർത്തിയ വിശ്വാസം നശിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെ രാഗസുതയെ സഹായിക്കും? ഇത്രയും നാളും നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആകുമോന്നാ ഇപ്പൊ എന്റെ ഭയം. ഭയന്നിട്ട് പ്രയോജനം ഇല്ല ബാലമ്മേ. ഇപ്പൊ ഈ സംഭവിച്ചതെല്ലാം നല്ലതിനാന്ന് വിശ്വസിക്കുക. ഒളിച്ചു താമസിച്ചിരുന്ന ഞാൻ അപ്രതീക്ഷിതമായി ഇവിടെ എത്തിയത് ബാലമ്മ ആരാണെന്ന് അവര് മനസ്സിലാക്കിയതും ഒക്കെ യാദൃച്ഛികമായി സംഭവിച്ചതാണെങ്കിലും അതൊക്കെ നല്ലതിനാണെന്ന് വിശ്വസിക്കുക. ഒന്നിനും ഇനി അധികം സമയമില്ല ബാലമ്മ. ഇപ്പൊ ബാലമ്മ ചെയ്യേണ്ടത് കുറച്ചു ദിവസത്തേക്ക് അവരുടെ കണ്ണിപ്പെടാതിരിക്കുക എന്നുള്ളതാ. തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറിക്കോ. പറ്റുമെങ്കിൽ ആശ്രമത്തിലേക്ക് പൊയ്ക്കോ. എപ്പോ എന്ത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ അറിയിക്കാം. പിന്നെ ഫോൺ തൽക്കാലത്തേക്ക് ഓൺ ആക്കണ്ട. ഇപ്പോഴും നമ്മുടെ ലക്ഷ്യം രാഗസുധ തന്നെയായിരിക്കണം. ബാലമ്മയെ പോലുള്ള ചാരന്മാർ ഇനിയും നമ്മളുടെ ഇടയിൽ അവളെ സഹായിക്കാനുണ്ടാവും. അവളെ പിടിക്കാനായാൽ മറഞ്ഞിരിക്കുന്ന ആ ചാരന്മാരെ നമുക്ക് പിന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവർ തനിയെ വന്നിടത്തേക്ക് തന്നെ മടങ്ങിക്കോളും. എനിക്ക് മനസ്സിലായി രവി. ഞാനും ശ്രീലക്ഷ്മിയും ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരികെ വരുന്നതിന് മുമ്പ് നീ അവളെ ലോക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് ശ്രീലക്ഷ്മിയുടെ ജീവനും ആപത്താണ്. ഞാൻ നോക്കിക്കൊള്ളാം രവി. അവളുടെ രക്ഷയ്ക്ക് ആര് വന്നാലും അടുത്ത തവണ അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അതത്ര എളുപ്പമുള്ള കാര്യമല്ല രാജാറാം. മീനിന്റെ ജന്മമാ അവളുടേത്. കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുന്ന അടുത്ത നിമിഷം അവൾ വഴുതിപ്പോവും. ഇനി അങ്ങനെ ഉണ്ടാവില്ല രവി. ശരി. പിന്നെ എനിക്ക് നിന്നോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് അവിടെ നടന്ന കാര്യങ്ങളും ബാലമ്മയുടെ കാര്യങ്ങളും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. വേറെ ആരോടും പറയണ്ട, പ്രത്യേകിച്ചും അമ്മയോട്. അത് ചിലപ്പോ ആ പാവത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. കൂടെ നിന്ന് ചതിച്ചെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. അയാൾ തന്നെ അയാളുടെ ചിത കൂട്ടിയെന്നൊരർത്ഥം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.